വിജയകുമാർ സാറേ, നമുക്ക് ഈ ടോക്കിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം. പ്രേക്ഷകരെ ഒന്ന് കാണട്ടെ. ശ്രീ പ്രശാന്ത്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അവിടെ അണ്ണാമലൈ വളരെ ശക്തനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ജനവിരുദ്ധമായ നടപടികളിലും അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അണ്ണാമലൈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റാലിന് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണിപ്പോൾ ഉള്ളത്. ഇത് രാഷ്ട്രീയപരമായിട്ട് BJPക്ക് ഒരു വലിയ മുന്നേറ്റമല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അണ്ണാമലൈ വന്നതിന് ശേഷം വളരെ വലിയൊരു മുന്നേറ്റം BJPക്ക് തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ BJPക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു ഇടമായിട്ട് തമിഴ്നാട് നിൽക്കുകയായിരുന്നു. അതിനകത്ത് BJPക്ക് കടന്നു കയറാൻ പറ്റുന്ന ഒരു ഇടം ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്വന്തം വഴി വെട്ടി, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന എന്ന് പറയത്തില്ലേ, അതാണ് അണ്ണാമലൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിനെ പറ്റി പരിശോധിക്കുമ്പോൾ കൃത്യമായ സത്യസന്ധനായ ഒരു മനുഷ്യൻ, അഴിമതി ഇല്ലാത്ത ഒരു മനുഷ്യൻ, അഴിമതിയെ അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതായത് പൊതുജനത്തിന് വേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് ഉറക്കപ്പറഞ്ഞ് തെരുവിൽ അതിനുവേണ്ടി വാദിച്ച് പൊതുജന വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി ആൾക്കാരെ ബോധവൽക്കരിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇദ്ദേഹം ഓരോ സമരങ്ങളും ഏറ്റെടുക്കുമ്പോൾ ആ സമരം വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതായത് ഏറ്റെടുക്കുന്ന സമരങ്ങളെല്ലാം രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഉതകുന്നതും ജനത്തിൻ്റെ താല്പര്യത്തിന് ഉതകുന്നതുമായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കും. പിന്നെ മാത്രമല്ല, ഇവർക്കാർക്കും അണ്ണാമലൈ ആദ്യമേ അവതരിക്കുന്ന പറഞ്ഞാൽ അവിടുത്തെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ അഴിമതികൾ വളരെ കൃത്യമായിട്ട് ചുമ്മാ ഒരു ആരോപണമല്ല, ഡീറ്റെയിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് തെളിവുകൾ സഹിതമാണ് ഘട്ടം ഘട്ടമായിട്ട് പുറത്തു വിടുന്നത്. അപ്പോൾ തെളിവുകൾ സഹിതമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പുറത്ത് വിട്ടത് കൊണ്ടാണ് BJPയുടെ എക്കാലത്തെയും ഘടകകക്ഷിയായിട്ടുള്ള ADMK അല്ലേ, ADMKക്ക് പോലും മാറി നിൽക്കേണ്ടി വരുന്നു. കാരണം ADMK കൂടെ നിർത്തിക്കൊണ്ട് അണ്ണാമലയ്ക്ക് അഴിമതിക്കെതിരെ സമരം ചെയ്യാൻ തമിഴ്നാട്ടിൽ നടക്കത്തില്ല സാറേ. നമ്മളീ പറയുമ്പം ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അഴിമതിക്കാരനാണ്, പക്ഷേ BJPയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് മുമ്പ് ഭരിച്ചിരുന്ന ADMKയുടെയും പണിയതാ. അപ്പം ഇദ്ദേഹത്തിന് അഴിമതിക്ക് എതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി ADMK മാറ്റി നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുമ്പോൾ അഴിമതിക്കെതിരെ പറഞ്ഞ് ADMK ഭാഗമാക്കി മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥ വന്നാൽ പലർക്കും പല കാര്യങ്ങൾക്കും ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും പല സമരങ്ങളും അണ്ണാമലൈ തമിഴ്നാട്ടിൽ ഏറ്റെടുക്കുമ്പോൾ അത് AIDMK അല്ലെങ്കിൽ ഇപ്പം പണ്ട് AIDMKയുടെ കൂടെ നിന്ന് അഴിമതി നടത്തിയ ആൾ ഇപ്പം ഈ പറയുന്ന സ്റ്റാലിൻ്റെ കൂടെ DMKയുടെ കൂടെ. അപ്പം കേസ് ശിക്ഷിക്കുമ്പം DMKയുടെ മന്ത്രിസഭയിൽ ആളിനെ ശിക്ഷിക്കുന്നു. മന്ത്രിസഭയിൽ ആളിനെ ശിക്ഷിക്കുമ്പോൾ പത്രങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ പറയുന്നത് പണ്ട് AIDMKക്കകത്ത് നിന്ന് അഴിമതി നടത്തിയ ആളാണല്ലോ, വലത്തേക്കാലം അഴിമതി നടത്തിയ ആളാണല്ലോ, ശിക്ഷ ഇപ്പം വന്നേടാം നേരം DMK. അപ്പോൾ ഇത്
ഈ ഏറ്റെടുക്കുന്ന സമരങ്ങളെയും അല്ലെങ്കിൽ അഴിമതിക്കെതിരെ പറയുന്ന വാക്കുകളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതും അതിനകത്ത് കപടതയുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നുന്ന രീതിയിലേക്ക് വരുന്നതുകൊണ്ടാണ് ADMK മാറട്ടെ, ഞങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നത്. ADMK മാറ്റിയിട്ട് ഒറ്റയ്ക്ക് ആ പാർട്ടിയെ BJP പോലുള്ള പാർട്ടിയെ നയിക്കുന്നതിന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ ഏൽപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം കരുത്തുണ്ടെന്നും നാളെ കാലത്തെ അവിടെ BJP എത്തരത്തിൽ കൊണ്ടുവരുമെന്നും വളരെ ബോധ്യമുള്ളത് കൊണ്ടാണ് അമിത്ഷാ പോലുള്ള ഒരു നേതാവ് നിങ്ങളെടുത്തോ തീരുമാനമെന്ന് പറയുന്നത്. കേരളത്തിൽ പറയുമോ? കേരളത്തിൽ പറയത്തില്ല. അപ്പം ഇദ്ദേഹം ഇപ്രാവശ്യം കുറേ ദിവസം അവിടെ ഇല്ലായിരുന്നു. അവിടെയും അസാരസ്യങ്ങളുണ്ട്. അതിനകത്ത് കുറേ കാലമായിട്ട് BJPയുടെ ഭാഗമായിട്ട് എനിക്ക് ചില BJP നേതാക്കന്മാരുണ്ട്. ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല. പദവികൾ വഹിക്കാനല്ലേ സാധിച്ചിട്ടുള്ളൂ, അവിടെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ DMK എന്ന് പറഞ്ഞാൽ ADMK എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല സാറേ. സമ്പന്നരാണ്, ഗുണ്ടായിസം സെറ്റപ്പ്. ഇതിനകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനകത്ത് ജനങ്ങളുടെ ഒരു കരുത്തോടു കൂടിയേ പിടിച്ചു നിൽക്കാനൊക്കത്തുള്ളൂ. ഈ അണ്ണാമലയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അണ്ണാമല IPS കാരനായിരുന്നു. അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ച് രാഷ്ട്രീയത്തിലിറങ്ങുന്നു. അദ്ദേഹത്തിന് ഈ പറയുന്ന സമ്പത്തൊന്നുമില്ല. അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് തന്നെ ഈ പ്രാവശ്യം മത്സരിച്ച് തോൽപ്പിക്കുന്ന അവിടെ കോടാനുകൂടി രൂപ വലിച്ചെറിഞ്ഞാണ് തോൽപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഇമേജിനെ പൈസ ഇട്ടിട്ട് മൂടി വലിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ. അപ്പോൾ അണ്ണാമലെ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജനം കൂടുന്നു. ആ ജനം കൂടുമ്പോൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ശക്തി അത് അദ്ദേഹത്തിന് ആർജിച്ചു കഴിഞ്ഞു. ഇനി അത് എത്രത്തോളം വലിപ്പത്തിലാക്കുന്നു, ആ വലിപ്പം ആർക്കാണ് ഉണ്ടാകുന്നത്? BJPക്കാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഏറ്റവും അവസാനം ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടി 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നല്ലോ, ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തുന്നു. ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തിയതിന് ശേഷം ആ പ്രതിയെ പിടിക്കുകയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ആ പോലീസ് ആ കുട്ടിയോട് കാണിച്ച മര്യാദകൾ, അല്ലെങ്കിൽ ഭരണകൂടം കാണിച്ച മര്യാദകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം വീഡിയോയ്ക്കകത്ത് ശരീരത്തിൽ സ്വയം പീഡിപ്പിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനേറ്റ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്കേറ്റ വേദന അത് അദ്ദേഹം തന്നെത്താനെ സ്വയം പീഡിപ്പിച്ച് ആ വേദന ഉൾക്കൊള്ളുകയാണ്. അത് തമിഴ്നാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ പ്രശ്നമാണ്. ഇത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെയും ഒരിടത്തെ ഒരു നേതാക്കന്മാരും ചെയ്യാത്ത കാര്യമാണ്. അല്ല, അത് നമുക്ക് തന്നെ അത് കാണുമ്പം വളരെ വൈകാരികമായിട്ട് തോന്നും. കാരണം സത്യസന്ധമാണ് സാറേ. അണ്ണാമലെ കാണിക്കുന്ന ജിമുക്കൊന്നുമല്ല സാധാരണ രാഷ്ട്രീയക്കാർ കാണിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ് ഇറങ്ങുന്നത്. ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തെ എല്ലാം ഏറ്റെടുക്കുന്നത്. കാരണം പുള്ളിയുടെ ചലനത്തിനകത്തുനിന്നും വർത്തമാനത്തിനകത്തുനിന്നും ഒക്കെ നമുക്ക് ഒരു രാഷ്ട്രീയക്കാരൻ മോദിയുടെയൊക്കെ കൂട്ട് ഒരു കാര്യം ഏറ്റെടുക്കുന്നതിന് അത് കൃത്യമായ ആത്മാർത്ഥമാണ്. ഞാൻ അഴിമതി രഹിതനാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്നതാണ്, ഞാനത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ പേര് വെളിയിൽ വന്നതും FIR പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ ആ പെൺകുട്ടി മോശമാകുന്നതും കാര്യം ആ പെൺകുഞ്ഞിന് വേണ്ടി അതിൻ്റെ കുടുംബത്തിനും അതിനും ഉണ്ടായ വേദന, അതിനോട് ആ നാട് കാണിച്ച അനീതി, ആ അനീതിക്ക് ആ നാടിൻ്റെ ഭാഗമായിട്ട് ആ നാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നാടിനെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ അതുമായിട്ട് നിൽക്കുന്ന എനിക്ക് വേദനയുണ്ട്, ഞാനത് സ്വയം ഏറ്റെടുക്കുന്നു. അത് പൊതുജനത്തിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ ചാട്ടവാർ അടി എന്ന് പറയുമ്പോൾ. അദ്ദേഹം ചാട്ടവാർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം സഹിക്കാൻ വയ്യാതെ പ്രവർത്തകരെ ഒന്ന് പിടിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. വൈകാരികമാണ്. കാരണം അതിനകത്ത് യാതൊരു ചലനം. ഇത് നമ്മുടെ കേരളത്തിലെ BJPക്കാരും ഇന്ത്യയിലുടനീളം ബാർക്കോട് നമുക്ക് പറയേണ്ട കാര്യമില്ല. അവിടെ ജോലി കേരളത്തിലെ BJPക്ക് പഠിക്കേണ്ട കാര്യമാണ്. കാരണം കാരണം ഇവർ പറയുന്നത് ഇവരുടെ സമരങ്ങൾ വിജയിക്കുന്നില്ല, സമരങ്ങൾ മാധ്യമങ്ങൾ മുക്കുന്നു. എങ്ങനെ മുക്കാൻ പറ്റും സാറേ സമരം മാധ്യമത്തിന്? സമരം എങ്ങനെ മുക്കാൻ പറ്റും? ജനം മൊത്തവും ഒരാളുടെ കൂടെ നിൽക്കുകയും അയാളുടെ കാര്യം ശരിയെന്ന് പറയുകയും അയാളെ ഏറ്റെടുക്കുകയും ചെയ്താൽ ഏത് മാധ്യമമാണ് പുറകെ വരാത്തത്? പണ്ട് EMS പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ മാധ്യമത്തിൻ്റെ പുറകെ പോകണ്ട, നിങ്ങളുടെ പുറകെ മാധ്യമം വരും, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പണി കൃത്യമായിരിക്കണം, അത് സേവനമായിരിക്കണം, ജനത്തിന് ബോധ്യപ്പെടണം. ജനങ്ങൾ കൂടെ കൂടുമ്പോൾ നിങ്ങളെ തിരക്കി മാധ്യമം വരും. അതാണ് അണ്ണാമലയെ തിരക്കി മാധ്യമങ്ങൾ വരുന്നു. തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിലെ ദേശീയ മാധ്യമങ്ങൾ വരുന്നു, എല്ലായിടവും ചർച്ച ചെയ്യുന്നു. അണ്ണാമലയെ ഏറ്റെടുത്തതിന് ശേഷം തമിഴ്നാട്ടിലെ ഒരു സംസ്ഥാനത്തിലെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ഒരു IAS എത്രയോ പേരുണ്ട് IAS IPS ഓഫീസർമാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള. പക്ഷേ ഇന്ത്യയിലുടനീളം ദേശീയ ലെവലിലുടനീളം ചർച്ചയാവത്തക്ക രീതിയിലേക്ക് അദ്ദേഹം വരണമെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന സമരങ്ങൾ ഈ തമിഴ്നാട്ടിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ദേശീയ ലെവലിൽ ആ സമരങ്ങൾ വരികയാണ്. കാരണം സമരങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം വരുന്നു. ആ സമരത്തിൻ്റെ വലിപ്പം അത്രത്തോളം വരണമെങ്കിൽ അതിനകത്ത് കാമ്പുണ്ടെന്ന് വരുന്നു. അഴിമതിക്കെതിരെ സമരം ചെയ്യുമ്പോൾ അഴിമതി നടന്നതിൻ്റെ കൃത്യമായ രേഖ വെച്ച് സമരം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടിക്കെതിരെയുള്ള വിഷയം ഏറ്റവും അവസാനം എടുക്കുമ്പോൾ
ആ പെൺകുട്ടിക്കെതിരെയുള്ള വിഷയത്തിനകത്ത് ആ പെൺകുട്ടിയുടെ ഫോട്ടോ, ആ പെൺകുട്ടിയെടുത്ത FIR, അതിൻ്റെ കുടുംബം, അതിന് സംഭവിച്ച കാര്യം, ഇനി അതിൻ്റെ മാനം എത്ര വട്ടം നഷ്ടപ്പെട്ടു, എത്രയോ വലിപ്പത്തിൽ നഷ്ടപ്പെട്ടു. ഒരുത്തൻ പിച്ച് ചീന്തി, അതിനുശേഷം ലോകം മൊത്തവും അതിനെ അറിയത്തക്ക രീതിയിലേക്ക് അത്രയും മര്യാദഘട്ട സമീപനമില്ലേ സുപ്രീം കോടതി ഉൾപ്പെടെ ഉള്ളിടത്ത് ഒരു പെൺകുഞ്ഞിന് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് എത്രത്തോളം ഒതുക്കത്തിൽ പിടിക്കണം, അത്ര രഹസ്യമായിരിക്കണം എന്ന് പറയുമ്പോൾ ആ ഭരണകൂടത്തിൻ്റെ ചെയ്തി അല്ലെങ്കിൽ അത് നിസ്സാരവൽക്കരിച്ച അല്ലെങ്കിൽ ഈ കേസ് ഏറ്റെടുത്ത ഉദ്യോഗസ്ഥന്മാർ, ഇത് വെളിയിൽ കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ, അതിനെതിരെയാണ് സമരം. പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇനി ചെരുപ്പിടണമെങ്കിൽ ഈ DMK ഭരണം തറയിലിറങ്ങണമെന്ന് പറഞ്ഞു. പണ്ട് ജയലളിത എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു സമരം ഏറ്റെടുത്തിട്ടുണ്ട്, മുടി കെട്ടുന്ന ഏത് സമരമാണ് നമുക്ക് അല്ലെങ്കിൽ വെള്ളപ്പുറം. പക്ഷെ അവരത് സാധ്യമാക്കി. കാരണം തമിഴ്നാടെന്ന് പറഞ്ഞ വൈകാരികത വളരെ കൃത്യമായിട്ടുള്ള ജനതയുള്ളതാണ്. അവർ ഇന്ന് സാറിൻ്റെ കൂടെ മൊത്തത്തിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാറ് ശരിയല്ല, സാറിൻ്റെ എൻ്റെ ഭാഗമാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് മൊത്തം ഇനി പോരുന്ന രീതിയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ജയലളിതയുടെ ഭാഗമല്ലാതെ ഒരു കാലത്ത് നിന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ജയലളിത ഇനി ഒരു കാലത്തും രാഷ്ട്രീയത്തിലുണ്ടാകത്തില്ല. പക്ഷേ പിന്നെ നോക്കുമ്പോൾ ജയലളിതയുടെ അപ്പുറത്ത് നിന്ന മൊത്തവും ആളും ജയലളിത ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പം അണ്ണാമലയെ ശരിയെന്ന് തമിഴ്നാട്ടിലെ ജനത്തിന് തോന്നിയാൽ, അവിടുത്തെ സാധാരണക്കാരന് തോന്നിയാൽ, ബാക്കിയുള്ള രാഷ്ട്രീയക്കാർ ആ രാജ്യത്തിൻ്റെ ഭാഗമല്ല സ്വയം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തോന്നിയാൽ, തമിഴ്നാട് ജനതയുടെ നമ്മൾ കണ്ടിട്ടുള്ളൊരു സ്വഭാവം വെച്ചിട്ട് അവിടുത്തെ സാധാരണക്കാരൻ ഏറ്റെടുത്താൽ, ആ ബിംബം ഏറ്റെടുത്താൽ അത് നിലത്ത് വയ്ക്കുന്നതിന് ഒത്തിരി പ്രയാസം വരും. ആ ഒരവസ്ഥയിലേക്കാണ് തമിഴ്നാട്ടിൽ അണ്ണാമലയെ പോകുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു കോഴ്സിന് പോയി. സാറേ എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല, 2 കോടി രൂപയാണ് അതിൻ്റെ ഇത് അതിന് വേണ്ടി ചിലവ് വരുന്ന പറഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റൈഫൻഡ് കൊടുക്കുന്നത് എല്ലാവർക്കും. അതിന് പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നതാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ്. അവിടെ ഈ എത്രയോ വലിപ്പമുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസത്തിന് അതും അദ്ദേഹം സ്വയം വളരെ സാധാരണ ഉള്ള ഒരു വീട്ടിൽ നിന്ന് സ്വയം പ്രയത്നത്താൽ കയറി വന്ന ആൾ. അപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് കഴിയും, ഞാൻ വിചാരിച്ചാൽ കഴിയും. അങ്ങനെയാണ് ഇദ്ദേഹം ആയത്. അദ്ദേഹത്തിന് ആ ബോധ്യമുണ്ട്. ബോധ്യമല്ല, അദ്ദേഹം സത്യസന്ധനാണ്. ഏറ്റെടുക്കുന്നത് വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടുമാണെങ്കിൽ ആ പ്രവൃത്തി വിജയം കണ്ടേ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.